ഇപ്പോൾ മന്ത്രി കെ.ടി. ജലീൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ 2 പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനമാണ് ഇങ്ങനെ ലഭിക്കുക. ഇതോടുകൂടി ഉച്ചയ്ക്ക് ശേഷവും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും പ്രവർത്തനക്ഷമമാകുന്ന സാഹചര്യം ഉണ്ടാക്കാനാകും. പ്രാദേശിക തലത്തിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും മെഡിക്കൽ ഓഫീസറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അടങ്ങുന്ന ഇൻ്റർവ്യൂ ബോർഡ് ഇൻ്റർവ്യൂ നടത്തിയാണ് ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കുന്നത്. മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തത് ഒരു വലിയ പ്രതിസന്ധി കേരളത്തിലുണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊക്കെ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് അടച്ചുപൂട്ടുന്ന സ്ഥിതിയുണ്ടായി. ഇതേ തുടർന്നാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് മാലിന്യങ്ങളിൽ വലിയൊരു ശതമാനം. അതുകൊണ്ട് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും കോർപ്പറേഷനുകളിൽ 4, 5, 6 പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റുകൾ അടിയന്തരമായി തുടങ്ങുന്നതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റുകൾ വരെ ആരംഭിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തതാണത്. ചില ആളുകൾ സമ്മതിക്കാത്ത സാഹചര്യമുണ്ട്. അതിനെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി പിന്തുണ ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായി കുറച്ചാളുകൾ രംഗത്ത് വരും. അതിനെ ഒരു വലിയ ജനകീയ സമര മുഖം നൽകി അവതരിപ്പിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും അതിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതി ഉണ്ടാകും. നിങ്ങളുടെയും കൂടി സഹായമുണ്ടെങ്കിലേ നമുക്ക് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ശുചീകരണ ദിനങ്ങളിൽ ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും എല്ലാവരും ഏകോപിച്ചാണ് അതിൽ പങ്കാളികളാവുക. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇറച്ചിക്കടകൾ, മത്സ്യവില്പന കേന്ദ്രങ്ങൾ, ഫ്രൂട്ട് വെജിറ്റബിൾ കടകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ ഇവക്കൊന്നും തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സംവിധാനങ്ങൾ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവയൊക്കെ ഒരുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ന്യായീകരണം അവരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്കിത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടത്തിൽ സംസ്കരണ പ്ലാന്റുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ചെലവിൽ അവരുടെ വീട്ടുവളപ്പിലോ മറ്റേതെങ്കിലും വാടകയ്ക്കെടുക്കുന്ന സ്ഥലത്തോ അത്തരം പ്ലാന്റുകൾ സ്ഥാപിച്ച് തങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഞങ്ങളിവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് അധികൃതരെ ബോധ്യപ്പെടുത്തണം. ഇത് കർശനമായി കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ അവരുടെ മാലിന്യങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി തള്ളുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ഉത്തരമില്ല. പൊതുസ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മളുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ടു പോകുന്നതാണ്. ആവശ്യമെങ്കിൽ നിയമ ഭേദഗതിയിലൂടെ, റൂൾസ് ഭേദഗതി ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ കർശന നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. തെരുവുനായ ശല്യം ഉൾപ്പെടെ നമ്മളുടെ സംസ്ഥാനത്ത് അവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നത് മാലിന്യം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ABC പ്രോഗ്രാമുകൾ ശക്തമാക്കുവാൻ
തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടുംബശ്രീയാണ് അതിൻ്റെ ഒരു ഏജൻസിയായിട്ട് ഇതുവരെ നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കുടുംബശ്രീയെ കൊണ്ട് മാത്രം ഇത് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിന് ഒരു നായയെ അല്ലെങ്കിൽ ഒരു പട്ടിയെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് 1900 രൂപയാണ് നമ്മൾ നൽകുന്നത്, ഒരു തദ്ദേശ സ്ഥാപനം നൽകുന്നത്. സ്വകാര്യ ഏജൻസികളുടെ കൂടി ഒരു സഹായം നമുക്ക് ലഭിച്ചാൽ ABC പ്രോഗ്രാമുകൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനാകും. പനി വ്യാപകമാകുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വാർഡിൽ 25,000 രൂപ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി, പ്രത്യേകിച്ച് കൊതുക് നിവാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ചെലവഴിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ട് ഇന്നലെ തന്നെ വൈകുന്നേരം ഉത്തരവ് പുറപ്പെടുവിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന വ്യാപകമായി നമ്മളത് നിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിരോധിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫലപ്രദമായി അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. നിരോധിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ അവിടെ എത്തുന്നു എന്നുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ സമയബന്ധിതമായി 5-6 മാസം ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വാങ്ങി വച്ചിരിക്കുന്ന ആളുകൾക്ക് അത് ചെലവഴിക്കാനുള്ള ഒരു ഇട നൽകിയതിന് ശേഷം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സംസ്ഥാനത്ത് അധികം വൈകാതെ നിരോധിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യം. ഡോക്ടർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടും 25,000 രൂപ പഞ്ചായത്തുകൾക്ക് ചെലവഴിക്കാനുള്ള അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഇന്നലത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് തൊട്ട് ഉടനെ തന്നെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അല്ല, തുടർച്ചയായി സ്ഥിരമായിട്ട് ഒരു ഡോക്ടറുടെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറുടെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ 2 ഡോക്ടർമാരുടെയും 2 പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം തുടരും. താൽക്കാലിക അടിസ്ഥാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അത് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ ആശുപത്രി സേവന മേഖലയ്ക്ക് നീക്കിവെക്കുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് അവർക്ക് പണം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആ 41,250 രൂപയാണ് ഡോക്ടറുടെ ശമ്പളം. 21,000 രൂപയാണ് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ ശമ്പളം. അതാണ് NHM കൊടുക്കുന്നത്. ആ ശമ്പളമാണ് അവർക്ക് നൽകുക, മാസം നൽകുക. അപ്പോൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ, പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരവരുടെ നിയന്ത്രണത്തിലുള്ള പ്രൈമറി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഷ്രെഡിംഗ് യൂണിറ്റുകൾ ആരംഭിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ 6 യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു. മെഷീനുകൾ ബുക്ക് ചെയ്തു. കുടുംബശ്രീ അത് നടത്തും. ഷ്രെഡഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് PWDക്ക് കൈമാറും. 1 കിലോവിന് 20 രൂപ കിട്ടും. LSGയുടെ റോഡുകൾ തന്നെ 20% കുറയാത്ത റോഡുകൾ നിർബന്ധമായും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യണമെന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. കേന്ദ്രീകൃതമായ സംവിധാനമായാൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് നിയമിക്കാൻ വേണ്ടി കഴിയില്ല. ജൂലൈ 1 നമുക്ക് ഇവരുടെ സേവനം ലഭ്യമാക്കണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ അവർ ഇൻ്റർവ്യൂ നടത്തും, അവരെ നിയമിക്കും.
തൽക്കാലം ഇതാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്, അലോപ്പതി. അല്ല, തദ്ദേശ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, കേന്ദ്രീകൃതമായിട്ടുള്ള സംസ്കരണ സംവിധാനം നമ്മളുടെ സംസ്ഥാനത്ത് പ്രവർത്തിപ്പിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് വന്നു. ജനകീയ പ്രക്ഷോഭങ്ങൾ, ഒരു നാടിൻ്റെ മൊത്തമായിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഒരു മറുവശമുണ്ടല്ലോ. ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾ, ഒരു 100-150 ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അവരാശങ്കപ്പെടുന്നു തങ്ങൾക്കുണ്ടാകുമെന്ന്. അത്തരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പദ്ധതികളൊന്നും തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടക്കം നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായി മന്ത്രി കെ.ടി. ജലീൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ നിയമ ഭേദഗതിയിലൂടെ കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം അടക്കം കൊതുക് നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിയന്ത്രണം, ഇവയിലെല്ലാം കർശന നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു.